ഹിബയുടെ ചോദ്യമാണ്, ACCA എക്സംഷൻ എടുത്തിട്ട് പോകുന്നതാണോ നല്ലത്, അതോ ACCA 13 പേപ്പർ എഴുതി എടുക്കുന്നതാണോ നല്ലത്? ഏതാ ബെറ്റർ? ഇതാ ക്വസ്റ്റ്യൻ. ഇതിനു മുമ്പ് തന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ ACCAയുടെ എക്സംഷൻ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പഴയ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ഡിസൈഡ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ ഈവൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താലും നിങ്ങൾ പലരും പറഞ്ഞ് നിങ്ങൾ കേൾക്കും, ഈ എക്സംഷൻ എടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി സാധ്യത കുറയും, കമ്പനികൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ. ഞാൻ പറയുന്നു, കമ്പനി ആക്സെപ്റ്റ് ചെയ്യാത്തത് നിങ്ങൾ എക്സംഷൻ എടുത്തുകൊണ്ടല്ല. കമ്പനീസ് ആക്സെപ്റ്റ് ചെയ്യാത്തത് നിങ്ങൾക്ക് ആ നോളജ് ലെവൽ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാത്തത്. എന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെയാണ് നമുക്കൊരു എക്സംഷൻ കിട്ടുന്നത്? നമുക്ക് ഇപ്പോൾ 9 പേപ്പർ വരെയാണ് മാക്സിമം കിട്ടുക. നമ്മൾ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി BCom പോലൊരു കോഴ്സ് പഠിച്ചു. അവരുടെ BComന്റെ സിലബസിനെ ACCA അവരുടെ 9 പേപ്പറുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് അത് എക്സംപ്റ്റഡ് ആയിട്ട് പോയി, ബാക്കി 4 എണ്ണം മാത്രം നമ്മൾ എഴുതിയെടുത്തു. അപ്പോൾ ഈ BCom പഠിച്ചിടത്ത് നിന്ന് ഈ 9 പേപ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നോളജ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല സ്ഥലങ്ങളിൽ നിന്നും ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് അതിന് ഇക്വലൻ്റ് ആയ നോളജ് കിട്ടുന്നില്ല. ഈ കിട്ടാതെയാണ് ഇവർ ഈ 4 പേപ്പറിലേക്ക് പോകുന്നത്. അപ്പോൾ ചിലർ ഈ അവസാനത്തെ 4 പേപ്പർ പാസ്സാകുന്നതേ ഇല്ല, കാരണം ഈ 9ന്റെ നോളജ് ഇല്ല എന്നുള്ളത് കൊണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സാകുന്നുണ്ട്, പക്ഷെ ഓവറോൾ ഇവർക്ക് ഒരു ഐഡിയയും ഇല്ല ഈ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതൊരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോഴത്തേനും HR ഇരിക്കുന്ന ആൾ നിങ്ങളോട് സംസാരിച്ച് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ നോളജ് ലെവൽ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ആ കേസ് വരുമ്പോഴാണ് ഇത് ഔട്ടായി പോകുന്നത്. സോ നിങ്ങൾ എക്സംഷൻ എടുക്കുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ 13 പേപ്പറും എഴുതിയെടുക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്കിങ്ങനെ അങ്ങ് പറയാൻ പറ്റത്തില്ല. സോ ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ഓഫ് യു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഏത് ലെവലിലും ഏത് റൂട്ടും നിങ്ങൾ ചൂസ് ചെയ്താലും ഒറ്റ കാര്യം ശ്രദ്ധിച്ചോണം, ആവശ്യത്തിന് ഈ സബ്ജക്റ്റ് നോളജ് ഉണ്ടാക്കിയെടുക്കാതെ നമ്മൾ ഇതൊക്കെ കിട്ടി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.